നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്ത് 24-കാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം. കേരളത്തിൽ സ്ത്രീക്ക് ഈ രോഗം സ്ഥിരീകരിക്കുന്നത് ആദ്യം. തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. നാവായിക്കുളം സ്വദേശിനിയായ 24-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നെല്ലിമൂട് പേരൂർക്കട സ്വദേശികൾക്ക് പിന്നാലെയാണ് മൂന്നാമതൊരു സ്ഥലത്ത് രോഗബാധ സ്ഥിരീകരിക്കുന്നത്. കേരളത്തിൽ സ്ത്രീക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത് ഇത് ആദ്യമാണ്. തലസ്ഥാനത്ത് 6 പേർക്കാണ് നേരത്തെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ആലപ്പുഴയിൽ നവജാത ശിശുവിനെ കുഴിച്ചിട്ട സംഭവം. യുവതി കുട്ടിയെ കൈമാറിയത് മരിച്ച ശേഷം. ആലപ്പുഴ നവജാത ശിശുവിനെ കുഴിച്ചിട്ട സംഭവത്തിൽ യുവതി കുട്ടിയെ കൈമാറിയത് മരിച്ച ശേഷമെന്ന് യുവാവിന്റെ മൊഴി. പെൺകുഞ്ഞിനെയാണ് കുഴിച്ചിട്ടത്. ഫോറൻസിക് സയൻസ് കോഴ്സ് കഴിഞ്ഞയാളാണ് യുവതി. പ്രസവം നടന്നത് പുലർച്ചെ 1:30 യുവതിയുടെ മൊഴി. പ്രസവശേഷം കാമുകനെ പൂച്ചാക്കലിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയെന്ന് യുവതി പറഞ്ഞു. രാജസ്ഥാനിൽ പഠിക്കുമ്പോഴാണ് യുവാവുമായി യുവതി അടുക്കുന്നത്. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോഴും ബന്ധം തുടർന്നു. ആശുപത്രി അധികൃതരുടെ പരാതിയിലാണ് യുവതിക്കെതിരായ കേസെടുത്തിരിക്കുന്നത്. കുട്ടിയെ ആലപ്പുഴയിലെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചതായി യുവതി മൊഴി നൽകിയിരുന്നു. പോലീസ് അന്വേഷണത്തിലാണ് യുവതിയുടെ മൊഴി കളവാണെന്ന് കണ്ടെത്തിയത്. ഇതോടെയാണ് കാമുകന് കുട്ടിയെ കൈമാറിയതായി യുവതി മൊഴി നൽകിയത്. ബീഹാറിൽ ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും 7 മരണം. ബീഹാർ ജഹനദാബാദ് സിദ്ധനാഥ ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 7 മരണം. 35ഓളം പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. പ്രത്യേക പൂജ നടക്കുന്ന സമയമായിരുന്നു. പെട്ടെന്ന് ക്ഷേത്രത്തിനുള്ളിൽ തിരക്ക് വർദ്ധിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മരിച്ചവരെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സെക്രട്ടേറിയറ്റിൽ ഇടത് സംഘടനാ ജീവനക്കാർ തമ്മിലടിച്ചു. മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റ ശ്രമം. സെക്രട്ടേറിയറ്റിൽ ജീവനക്കാർ തമ്മിൽ തർക്കം. സംഭവത്തിൽ സെക്രട്ടേറിയറ്റ് സബ് ട്രഷറി ജീവനക്കാരൻ അമലിന് മർദ്ദനമേറ്റു. സെക്രട്ടേറിയറ്റ് വളപ്പിലാണ് ജീവനക്കാർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായത്. ഇത് ചിത്രീകരിച്ച മാധ്യമപ്രവർത്തകർക്കെതിരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായി. സെക്രട്ടേറിയറ്റിലെ ക്യാന്റീനിൽ ആഹാരം കഴിക്കാനെത്തിയ ട്രഷറി ജീവനക്കാർ വെള്ളം നിറച്ചുവെച്ചില്ല എന്നാരോപിച്ച് ജഗ് നിലത്തടിക്കുകയും ക്യാന്റീൻ ജീവനക്കാരെ കൈകേറ്റം ചെയ്യുകയും ചെയ്തുവെന്നാണ് ആരോപണം. ഇതോടെ കയ്യാങ്കളിയായി. സംഘർഷം ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു മാധ്യമപ്രവർത്തകർക്കെതിരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായത്. മീഡിയ 1 റിപ്പോർട്ടർ മുഹമ്മദ് ഹാഷിഖ്, ക്യാമറമാൻ സിജോ സുധാകരൻ, ഡ്രൈവർ സജിൻലാൽ എന്നിവർക്ക് നേരെയായിരുന്നു കയ്യേറ്റം. ജീവനക്കാരുടെ തർക്കം ചിത്രീകരിച്ചാൽ ക്യാമറ തല്ലിപ്പൊട്ടിക്കുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു. സംഭവത്തിൽ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിലും ഭീഷണിപ്പെടുത്തിയിലും തിരുവനന്തപുരം പ്രസ് ക്ലബ് പ്രതിഷേധിച്ചു. ഹോമിയോ ഡോക്ടറെ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൽപ്പറ്റ എമിലി സ്വദേശി കായിക്കര സലീമിന്റെ ഭാര്യ മാജിദ ഫർസാനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 34 വയസ്സായിരുന്നു. ഇന്നലെ ഉച്ച മുതൽ ഇവരെ കാണാനില്ലായിരുന്നു. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തെരച്ചിലാണ് വീടിന് സമീപത്തെ കിണറ്റിൽ നിന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ബന്ധുക്കൾ കൽപ്പറ്റ പോലീസിൽ പരാതി നൽകി. കുവൈറ്റിൽ മലയാളി നഴ്സ് ഹൃദയാഘാതം മൂലം മരിച്ചു. കുവൈറ്റിൽ 37-കാരിയായ മലയാളി നഴ്സ് അന്തരിച്ചു. എറണാകുളം സ്വദേശിനി കൃഷ്ണപ്രിയയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചത്. ഭർവാനിയ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായിരുന്നു. തുടർന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ്. പ്രതി ഇന്ത്യയിലെത്തി. വിമാനത്താവളത്തിൽ തടഞ്ഞ് പോലീസ്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ പി ഗോപാൽ ഇന്ത്യയിൽ തിരിച്ചെത്തി. ലുക്കൌട്ട് നോട്ടീസ് ഉള്ളതിനാൽ രാഹുലിനെ ഡൽഹി വിമാനത്താവളത്തിൽ അധികൃതർ തടഞ്ഞു വെച്ചതിനു ശേഷം വിട്ടയച്ചു. ഗാർഹിക പീഡന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുലും കുടുംബാംഗങ്ങളും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. 14-ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും അതുവരെ രാഹുലിനെതിരെ നടപടിയെടുക്കരുതെന്നുമാണ് കോടതി നിർദ്ദേശം. ഇതേ തുടർന്നാണ് രാഹുലിനെ വിട്ടയച്ചത്. എറണാകുളം വടക്കേക്കര സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ രാഹുലിനെതിരെ വധശ്രമത്തിനടക്കം പന്തീരാങ്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഒളിവിൽ പോയത്. എന്നാൽ രാഹുലിനെതിരായ ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് പിന്നീട് യുവതി തന്നെ രംഗത്തെത്തുകയും ചെയ്തു. CCTV ക്യാമറ തകർത്തെന്ന് സംശയം. അയൽവാസിയെ വീട്ടിൽ കയറി വെട്ടിയ പ്രതികൾ പിടിയിൽ.
തിരുവനന്തപുരത്ത് CCTV ക്യാമറ തകർത്തെന്ന സംശയത്തിൽ അയൽവാസിയെ വീട്ടിൽ കയറി വെട്ടി. വെൺപകൽ പൊങ്ങുവിള സ്വദേശി ശശികുമാറിനാണ് വെട്ടേറ്റത്. വീടിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറ തകർത്തുവെന്നാരോപിച്ചായിരുന്നു അക്രമം. ശശികുമാറിന്റെ ഭാര്യ സുജി റോസിനും മർദ്ദനമേറ്റു. ഇന്നലെ രാവിലെ 10:30-ഓടെയാണ് സംഭവം. തലയിൽ ആഴത്തിൽ പരിക്കേറ്റ ശശികുമാർ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. സംഭവത്തിൽ ശശിയുടെ അയൽവാസികളായ സുരേഷ്, വിനോദ്, അരുൺ എന്നിവർക്കെതിരെ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തു. സുരേഷിനെയും വിനോദിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭാര്യയുടെ ഒത്താശയോടെ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പോക്സോ കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ. തിരുവനന്തപുരത്ത് പോക്സോ കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ. ആറ്റിങ്ങൽ സ്വദേശി ശരത്ത്, ഭാര്യ നന്ദ എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭാര്യയുടെ ഒത്താശയോടെയാണ് ശരത്ത് പീഡിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് ഭാര്യയ്ക്കെതിരെയും നടപടി സ്വീകരിച്ചത്. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തവണയും സൗജന്യ ഓണക്കിറ്റ്. മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കും. ക്ഷേമകാര്യ സ്ഥാപനങ്ങളിലെ അന്തേവാസികളിൽ 4 പേർക്ക് 1 എന്ന കണക്കിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ കിറ്റുകൾ നൽകും. 5.87 ലക്ഷം പേർക്കാണ് കിറ്റ് ലഭിക്കുക. സപ്ലൈകോ ഓണച്ചന്തകൾ അടുത്ത മാസം 4-ന് തുടങ്ങും. എല്ലാ ജില്ലകളിലും ഓണച്ചന്തകൾ പ്രവർത്തിക്കും. ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1 വീതവും ചന്തകൾ ഉണ്ടാകും. ഉത്രാടം വരെ ഇവ പ്രവർത്തിക്കും. അവസാന 5 ദിവസങ്ങളിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികളും ചന്തകളിലൂടെ വിൽക്കും. ഓണത്തിന് പ്രത്യേകമായി അരിയും പഞ്ചസാരയും നൽകുന്നത് സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു.